വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ്, അതായത് ഹണിമൂൺ എന്നൊക്കെ വിളിക്കും. ഹണിമൂണിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് കൂടിയാണ് കേട്ടോ അത്. ജൂൺ 8-നായിരുന്നു കേട്ടോ നമ്മൾ ഹണിമൂണിന് പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇടാൻ കുറച്ചധികം ലേറ്റായി പോയി. തായ്ലാൻഡ് ആയിരുന്നു നമ്മൾ ഹണിമൂണിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂൺ 8-നായിരുന്നു കേട്ടോ നമ്മൾ ഹണിമൂണിന് പോയിട്ടുണ്ടായിരുന്നത്. രാത്രി 11:10 നമുക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തായ്ലാൻഡിലോട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30-7 മണിക്കായപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴ കാരണം ഞങ്ങൾ എന്നത്തെയും പോലെ ലേറ്റ് ആയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ഇന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല സൂപ്പർ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട്. അധികം നേരമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇരുന്ന നേരം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റിൽ കയറേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന വ്യൂ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വ്യൂ. അങ്ങനെ ഒരു പുലർച്ചെ 4:40 ആയപ്പോഴേക്കും നമ്മുടെ കുറേ കാലത്തെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള തായ്ലാൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൽ വെച്ചിട്ടുള്ള അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഇമിഗ്രേഷനിൽ ഞങ്ങളുടെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ എൻ്റെ ഫിംഗർ പ്രിന്റ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതെനിക്ക് അറിയായിരുന്നു. എൻ്റെ ഹാൻഡ് ഒരു സ്വെറ്റി ഹാൻഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എൻ്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ടെൻഷൻ ആവുകയും ചെയ്തു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇമിഗ്രേഷന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്തത് അവിടുത്തെ ഒരു സിം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സിമ്മൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. അപ്പോഴേക്കും നമ്മളുടെ ഗൈഡ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആളിനെ മീറ്റ് ചെയ്തു. നമ്മളുടെ ആളുടെ കൂടെ ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കു എയർപോർട്ടിൽ നിന്ന് തന്നെ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ചിക്കുവിന് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ ചേഞ്ച് ചെയ്യാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോകുന്ന വഴിയൊക്കെ കാണാൻ ഏകദേശം ഒരു കേരളം പോലെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കൊച്ചി വൈബൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ തായ്ലൻഡിലെ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ടൈഗർ ടോപ്പിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറേ കടുവക്കുട്ടന്മാരൊക്കെ കാണാം. അപ്പോൾ കടുവക്കുട്ടന്മാരൊക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം. ടൈഗർ ടോപ്പിയുടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ ബുഫേ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പൂരി മസാല അതേപോലെ ബ്രെഡ് ബട്ടർ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാതിരുന്ന ടേബിളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലും കുറച്ച് കടുവകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവനെയായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെ കടുവക്കുട്ടനും കണ്ടു, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇനി നമുക്ക് ടൈഗർ ടോപ്പിയുടെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ ടൈഗർ ടോപ്പിയുടെ ഫ്രണ്ട് സൈഡ്. നമ്മൾ ഇവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ വണ്ടിയിൽ വന്നിട്ട് നമ്മളെ ക്രൊക്കഡൈലിൻ്റെ അടുത്തേക്കും അതുപോലെ ടൈഗറിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ. അവിടെ പാട്ടൊക്കെ വെച്ച് നല്ല വൈബായിരുന്നു. പക്ഷെ പാട്ടൊന്നും ഞാനതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ക്രൊക്കഡൈലിനെ കാണാനാണ് ഫസ്റ്റ് പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു 1 മിനിറ്റൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴേക്കും നമുക്ക് ക്രൊക്കഡൈലിനെ കാണാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞു കുഞ്ഞു ക്രൊക്കഡൈൽസിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞേ ക്രൊക്കഡൈൽസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ പല സൈസിലുള്ള ക്രൊക്കഡൈൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഈ ഒരു സൈസിലുള്ള ക്രൊക്കഡൈൽ, പിന്നെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന ടൈപ്പ് ക്രൊക്കഡൈൽ, പിന്നെ അതിനൊക്കെ കുറച്ച് വലിപ്പമുള്ളത്, പിന്നെ ഏറ്റവും വലിപ്പമുള്ളത്, അങ്ങനെ പല ടൈപ്പ് സൈസിലുള്ള ക്രൊക്കഡൈൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഈ കാണുന്നതാണ് കേട്ടോ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന ക്രൊക്കഡൈൽസ്. ഞാൻ ഇതിനു മുമ്പ് കോഴിക്കുട്ടികളൊക്കെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മുതൽ മുട്ടയിൽ നിന്നൊക്കെ വിരിഞ്ഞിറങ്ങുന്നത് കാണുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുതലക്കുട്ടികളിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോണത് വലിയ വലിയ മുതലകളിനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. പോണ വഴിയിൽ ഇതുപോലെ നല്ല ഭംഗിയിലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ മുതലക്കുട്ടന്മാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഭയങ്കര സൈസുള്ള മുതലകളായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്
ഇത്രയും കുറേ മുതലുകളിൽ അങ്ങനെ മത്തി വറക്കാൻ അടക്കിയിട്ട പോലെ കാണുന്നത്. നല്ല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോ മുതലുകളെയും കാണുമ്പോൾ. ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുട്ടന്മാരനൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ അതിനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തായിട്ട് ഞങ്ങൾ പോകുന്നത് ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സൈസിലുള്ള കടുവകളുണ്ട് കേട്ടോ. കുട്ടി കുട്ടി കടുവകളും ഉണ്ട്, മീഡിയം സൈസിലുള്ള കടുവകളും ഉണ്ട്, വലിയ വലിയ കടുവകളും ഉണ്ട് കേട്ടോ. അതുപോലെ അവരുടെ കൂടെ ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷനും ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. അങ്ങനെ കടുവക്കുട്ടന്മാരനൊക്കെ കണ്ടു കഴിഞ്ഞ് കടുവക്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നടക്കുമ്പോഴാണ് ഒരു ചേച്ചി അവിടെ കയ്യിൽ സ്കോർപ്പിയോണിനെയും പിടിച്ച് നിന്ന് ഞങ്ങളെ മാടി വിളിച്ചത്. അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കിയപ്പോൾ അതാ ചേച്ചിയുടെ മേത്ത് മൊത്തം സ്കോർപ്പിയോൺ. ഞാൻ ആദ്യം വിചാരിച്ചത് അത് ചേച്ചിയുടെ ഡ്രസ്സിൻ്റെ മേലത്തെ വർക്കാന്നാണ്. പിന്നെയാണ് മനസ്സിലായത് അത് മൊത്തം കൊമ്പൻ തേളാണ് ഗൈസ്, കൊമ്പൻ തേൾ. താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെയും പിടിച്ചുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള കടുവയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു ആവേശത്തിന് ചാടിക്കയറി ടിക്കറ്റ് എടുത്തെങ്കിലും ഫോട്ടോ എടുക്കാനുള്ള ഊഴ എത്തിയപ്പോഴേക്കും നെഞ്ചിതാ പടപട അടിക്കുന്നുണ്ട് കേട്ടോ ടെൻഷനായിട്ട്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പോയിട്ട് സൂപ്പറായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടൈഗറിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ്. അവിടെ 15 ഷോട്ട്സിന് 150 തായ് ബാത്ത് ആയിരുന്നു കേട്ടോ ടിക്കറ്റിന് റേറ്റ് വരുന്നുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ കടുവയ്ക്ക് ഫീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്കൊരു ഗണ്ണ് തരും. ആ ഗണ്ണ് വെച്ചിട്ട് ഇത് കണ്ടോ കുറേ ബക്കറ്റ്സ് തൂക്കിയിട്ടേക്കണേ, ആ ബക്കറ്റിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ആ ബക്കറ്റിലെ മീറ്റ് താഴേക്ക് വീഴും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കടുവയ്ക്ക് ഫീഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ക്രൊക്കഡൈൽ ഷോ കാണാനാണ്. അവിടെ നമുക്ക് ക്രൊക്കഡൈൽ ഷോ കാണുകയും ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രൊക്കഡൈലിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കുകയും ചെയ്യാം കേട്ടോ. എല്ലാത്തിനും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അങ്ങനെ ഞങ്ങളിതാ ടൈഗർ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഹോട്ടലിലോട്ട് പോവുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ടൈഗർ പാർക്കിലെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ നല്ല തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും പറ്റാത്തൊരു കാര്യമാണല്ലോ ടൈഗറിനായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെ പട്ടായയിൽ എത്തിയിട്ടുണ്ട്. പട്ടായയിലെ ഹോട്ടൽ ഗോൾഡൻ ബീച്ചിലായിരിക്കും കേട്ടോ ഇനി നമ്മൾ 3 നൈറ്റ് സ്റ്റേ ഉണ്ടായിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. 2 മണിക്കാണ് കേട്ടോ ഹോട്ടലിൻ്റെ ചെക്ക് ഇൻ ടൈം. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയ കാരണം കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു കേട്ടോ. ഹോട്ടൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ടൈപ്പ് ഹോട്ടലാണ് കേട്ടോ. അത്ര ഫാൻസി ടൈപ്പ് ഒന്നല്ല, ഒരു ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മോൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും KFCസും അതുപോലെ പട്ടായ ബീച്ചും വാക്കിംഗ് സ്ട്രീറ്റും അതുപോലെ നമുക്ക് പർച്ചേസിങ്ങിന് വേണ്ട സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ അവിടേക്ക് ഒന്ന് പോയി കാണാം കേട്ടോ. ചിക്കൻ ടൈം ആവാത്തതുകൊണ്ട് പാവം ചിക്കുത അവിടെ വെയിറ്റ് ചെയ്ത് മടുത്തിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുന്ന കാരണം എനിക്ക് അത്ര ബോറടി അങ്ങോട്ട് ആയില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പൂള്. അത്യാവശ്യം നല്ല വലിയ പൂൾ തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് നമ്മുടെ റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ചിക്കും കൂടിയിട്ട് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ റൂമിലെത്തി ഞങ്ങൾ കർട്ടനൊക്കെ മാറ്റിയിട്ട് കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിന്നു കേട്ടോ, പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈലൻറ്റ് പ്ലേസ് ആയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാത്രി ആയപ്പോഴേക്കും സ്ഥലത്തിൻ്റെ ഗതി മൊത്തം മാറി കേട്ടോ. ഫുൾ ഓണായി, ഫുൾ ലൈറ്റ്സും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തായ്ലൻഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അൽക്കസാർ കാബററ്റ് ഷോ കാണാനാണ് കേട്ടോ. തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കാണണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഷോ ആയിരുന്നു കേട്ടോ ഇത്.
പോകുന്ന വഴിയിലൊക്കെ ഫുൾ ഇതുപോലെ മസാജ് സെൻറ്ററുകളും ടാറ്റു ഷോപ്പുകളും അതുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ആയിരിക്കും കേട്ടോ ഈ അൽക്കസാർ ഷോ ഉണ്ടായിരിക്കുക. ഈവനിങ് 6 മണി, 7:30, 9 മണി ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഷോ ടൈം. ഞങ്ങൾ 6 മണിത്തെ ഷോയ്ക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അൽക്കസാറിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ സെറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. 1 hour 10 minutes ആണ് ഈ ഒരു ഷോയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ അവർ ക്വിക്ക് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിൽ പെർഫോം ചെയ്യുന്ന എല്ലാവരും തന്നെ നേഴി ബോയ്സ് ആണ്. ഞാൻ മുമ്പ് ടി വിയിലും അതേപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കളർഫുൾ വൈബ്രൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ഈ പെർഫോമൻസ്. അപ്പോൾ അത് നേരിട്ട് കാണാനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഷോ കാണാൻ വേണ്ടിയിട്ട്. ഷോ കണ്ട് പുറത്തിറങ്ങി. നല്ല അടിപൊളി ഷോ ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരേപോലെ സ്റ്റെപ്സ് ഒക്കെ വെക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഷോ കഴിഞ്ഞതും അവിടെ പെർഫോം ചെയ്ത എല്ലാവരും തന്നെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അൽക്കസാർ ഷോ ഒക്കെ കണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. പോണ ടൈം ആയപ്പോഴേക്കും റോഡൊക്കെ ഫുൾ ഓൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ പാട്ടും ലൈറ്റ്സും കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഓൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഹോട്ടലിൽ എത്തിയിട്ട് നമുക്ക് തിരിച്ച് റോഡിലൊക്കെ ഒന്ന് ഇറങ്ങി പട്ടായ സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഞങ്ങൾ ഇനി വെറുതെ ഇരിക്കണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ട് പട്ടായ സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്ന് ഞങ്ങൾ നേരെ എത്തിയത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റും പോയി അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ തായ്ലാൻഡിലെ Day 1 സന്തോഷത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.